ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നല്ല ഒരു ദിവസം നിനക്ക് നേരുക. ഈശോ നിൻ്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ വലിയൊരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. ഒത്തിരി പ്രവർത്തനങ്ങളുമായിട്ട് സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. ഓടിപ്പാഞ്ഞു നടക്കുന്ന ഈശോ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പറയുന്നുണ്ട് ഈശോ പ്രാർത്ഥിക്കുവാനായിട്ട് പിൻവാങ്ങുന്നത്. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 1-ാം അധ്യായത്തിൽ 35-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുക: അതിരാവിലെ അവൻ ഉണർന്ന് ഒരു വിജന സ്ഥലത്തേക്ക് പോയി, അവിടെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിരാവിലെ ഉണർന്ന് വിജന സ്ഥലം, ഏകാന്തതയിൽ പോയിരുന്നു പ്രാർത്ഥിക്കുന്ന ഈശോ. ദൈവമായിരുന്നിട്ട് പോലും ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുന്ന ആലോചന നടത്തുന്ന ഈശോ. പ്രിയ സഹോദര സഹോദരി, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ നീ ഒന്ന് നോക്കണം. തിരക്കുകൾക്കനുസരിച്ചാണോ നീ നിന്റെ പ്രാർത്ഥനകളെ ക്രമീകരിക്കുക, അതോ പ്രാർത്ഥനകൾക്കനുസരിച്ച് നീ നിന്റെ പ്രവർത്തനങ്ങളെയാണോ ക്രമീകരിക്കുക? ജീവിതത്തിൽ ദൈവത്തോട് കൂടെ ആയിരിക്കാൻ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ അത് ജീവിതത്തെ പരാജയത്തിലേക്കേ നയിക്കുകയുള്ളൂ. അത് ജീവിതത്തിൽ നമ്മളെ ഉയർത്തത്തില്ല. ദൈവവുമായിട്ട് ഒന്നായി തീരുവാൻ, ആ ഒരു ആഗ്രഹത്തിൽ നിറയപ്പെടാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കുന്നവർക്ക് നന്ദി പറയുകയാണ്. ഈശോയെ, ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കുവാനായിട്ട്, പ്രാർത്ഥനയുടെ ആഴം മനസ്സിലാക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമേ. നിന്റെ നാമത്തിൽ സകലവിധ കൃപകൾ കൊണ്ട് നിറയപ്പെടാൻ ഇടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീ എൻ്റെ സർവ്വം, എല്ലാറ്റിനും നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ